ഹലോ. അപ്പോൾ ഇന്ന് നമ്മളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി ഈ കുറച്ച് ദിവസമല്ല, ഒരു വർഷത്തോളമായി നമ്മൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഞാനും ജിയും അപ്പ അമ്മ അങ്ങനെ നമ്മളെല്ലാവരും കൂടി ടൗണിൽ പോവാണ്. വെറുതെ ഒരു കുറച്ച് കാര്യങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. നമുക്കൊരു ചെറിയ ഫംഗ്ഷൻ വരുന്നുണ്ട്. SM സ്ട്രീറ്റിലൊക്കെ ഒന്ന് ജസ്റ്റ് കറങ്ങി വരാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒരു ഫംഗ്ഷൻ വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗോൾഡും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. സ്ഥിരമായിട്ട് നമുക്ക് ഫംഗ്ഷൻ വരുമ്പോൾ നമ്മൾ പോകാറുള്ള ഒരു കടയാണ് ഈ കട. അപ്പാടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കടയാണ് ഇങ്ങനെ ഗോൾഡെല്ലാം പർച്ചേസ് ചെയ്യുക. നമ്മൾ അവിടെ തന്നെ പോയി ഇപ്രാവശ്യം അവിടുത്തെ കളക്ഷൻസ് എല്ലാം നോക്കി നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യും. നമുക്ക് അറിയുന്ന ആളായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഭയങ്കര ചില്ലായിട്ടാണ് നമ്മൾ ഷോപ്പിംഗ് ചെയ്തത്. അവിടെ ഉണ്ടായിട്ടുള്ള നല്ല നല്ല കളക്ഷൻസ് നമുക്ക് കാണിച്ചു തന്നു. നമ്മൾ മെയിൻലി ചെയിൻ വാങ്ങാനായിട്ടായിരുന്നു പോയത്. അപ്പോൾ ചെയിനിൽ തന്നെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം കാണിച്ചു തന്നു. പിന്നെ നമ്മൾ വള നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കതെല്ലാം കാണിച്ചു തന്നു. ഈ മാല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ. അവിടെ കാണിച്ചതിൽ നിന്ന് ഒരു വെറൈറ്റി ഒരു പീസായിരുന്നു അത്. അങ്ങനെ ഗോൾഡ് വാങ്ങി നമ്മൾ പിന്നെ പോയത്, നമ്മളൊരു ബ്ലൗസ് അടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കോയിൻകോ ബസാറിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമ്മൾ അവിടെ വെച്ച് നമ്മൾ അങ്ങോട്ട് നടന്നു. നല്ല വെയിലുണ്ടായിരുന്നു. ഭാഗ്യത്തിന് ജി കുട എടുത്തത് കൊണ്ട് ഭയങ്കര ഹെൽപ്പായി. കാരണം നമുക്ക് വെയിൽ കൊള്ളാതെ അവിടെ എത്താൻ പറ്റി. എനിക്ക് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ തലവേദന വരും. സോ നമ്മൾ അതിനെ കൊണ്ട് കുട പിടിച്ചിട്ട് നടന്ന് അങ്ങനെ നടക്കുകയാണ്. നല്ല രസമുണ്ട്. ഭയങ്കര തിരക്കായിരുന്നു. തിരക്കിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര തിരക്ക് അല്ലേ. ഞങ്ങൾ കുട എടുത്തിട്ടുണ്ട്. കുട എടുത്തുകൊണ്ട് നോക്കി തിരക്ക് നോക്കി നമ്മതിരി തിരക്കാ. ഇന്നിപ്പോ ആഗസ്റ്റ് 15 തീയതിയാണ്. അപ്പൊ ആ സമയത്ത് ഞങ്ങള് സാധനം മേടിക്കുന്നുണ്ട്. ആഗസ്റ്റ് 15 ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. ജി പറഞ്ഞ പോലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. പോണ വഴിയിലുള്ള കടകളിലെല്ലാം അങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഓണ കളക്ഷൻസ്, പുതിയ കളക്ഷൻസ് എല്ലാം വന്നിട്ട് എല്ലാവരും തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ് എല്ലാ കടകളിലും. അതിൻ്റെ ഇടയിൽ ജി ഓൺ വോയിസ് നമ്മൾ വീഡിയോ എടുക്കുമ്പം തന്നെ പറയണമെന്ന് പറഞ്ഞിട്ട് എന്നെക്കൊണ്ട് സംസാരിക്കാൻ ട്രൈ ചെയ്തു. പക്ഷേ ആക്ച്വലി ഞാൻ സംസാരിച്ചു. പക്ഷെ അത് അത്ര അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിൽ ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല. സോ ചുറ്റുമുള്ള വോയിസാണ് നമ്മൾ കൂടുതൽ കേൾക്കുന്നത്. അപ്പോൾ ഭയങ്കര ഒരു കലപില. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതങ്ങോട്ട് ഒഴിവാക്കിയ വോയിസ്. അപ്പോഴേക്കും നമ്മളെ കടയിൽ നമ്മളെത്തി. ഞാൻ അവിടെ കൊടുത്ത ബില്ല് എനിക്ക് മിസ്സായിപ്പോയി എൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ ഞാൻ ആ ഡേറ്റ് വെച്ച് പറഞ്ഞ് അവർ ബില്ല് തപ്പി. എന്തായാലും സാധനം കിട്ടി. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ തയ്ച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എന്താ വെച്ചാൽ ഇനി എന്തെങ്കിലും ഒരു അൾട്രേഷൻ ഉണ്ടെങ്കിൽ പിന്നെയും നമ്മൾ ഇവിടെ വരണം. അത് പിന്നെ ഒരു ബുദ്ധിമുട്ടല്ലേന്ന് വിചാരിച്ചു. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ ക്ലിയർ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ തന്നെ ട്രയൽ റൂമിൽ നിന്ന് ട്രൈ ചെയ്തു. കുഴപ്പമില്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എവിടെ പോകും എന്നുള്ള ഭയങ്കര സീരിയസ് ഡിസ്കഷൻ ആയിരുന്നു. കാരണം എല്ലായിടത്തും നല്ല തിരക്കാണ്. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ നമ്മളെ വീടിനടുത്തുള്ള ചന്ദ്രേട്ടൻ്റെ ചായക്കട അവിടെ പോകാമെന്ന് വിചാരിച്ചു. കാരണം അവിടെ അപ്പയും അമ്മയും പോയിട്ടില്ല. നമ്മൾ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പം ജിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പനെ അവിടെ കൊണ്ടുപോകണം. അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കര നല്ലൊരു വില്ലേജ് വൈബാണല്ലോ. അപ്പം നമ്മൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു. അവിടേക്ക് നടന്നു പോകണമല്ലോ, ഇടവഴി കൂടെ ഇങ്ങനെ നടക്കുകയാണ് ഞങ്ങൾ. അങ്ങനെ ചന്ദ്രേട്ടൻ്റെ ചായക്കടയിലെത്തി. നല്ല ചോറും സാമ്പാറും മീൻ കറിയും മീൻ പൊരിച്ചതും അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. പായസം തീർന്നു പോയി. ഏകദേശം ഒരു 3 മണി ആയിട്ടുണ്ട് നമ്മളവിടെ എത്തുമ്പോൾ തന്നെ. അപ്പോൾ ചോറ് കിട്ടിയത് തന്നെ ഭയങ്കര ഭാഗ്യമായിട്ട് കരുതുകയാണ്. സോ നമ്മൾ ഭയങ്കര ആസ്വദിച്ച് കഴിച്ചു. നന്നായിട്ട് കഴിച്ചു. ആ വിളമ്പിയ ചോറിൽ കുറച്ച് ബാക്കിയായിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ കഴിച്ചു. നന്നായിട്ട് വിളമ്പിയിട്ടുണ്ടായിരുന്നു. വീണ്ടും ഉപ്പേരിയും കാര്യങ്ങളൊക്കെ വാങ്ങി കഴിച്ചു. എല്ലാവർക്കും ഇഷ്ടമായി. അപ്പം നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഫുഡ് ഇഷ്ടമായോ? അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ചന്ദ്രേട്ടൻ്റെ ചായക്കടയിൽ നിന്ന് വീട്ടിലേക്ക് ഇറങ്ങുകയാണ്. സോ നമുക്കൊരു പാഴ്സൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം പെട്ടെന്ന് തന്നെ അവർ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
ചോറ് തിന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും മധുരം കഴിക്കാറുണ്ട്. സോ അവിടെ എള്ളുണ്ട ഉണ്ടായിരുന്നു, അപ്പോൾ അത് വാങ്ങി. പായസം കിട്ടാത്തതുകൊണ്ട് അതിൻ്റെ ഒരു മിസ്സിംഗ് ഉണ്ടായിരുന്നു. ഫുഡ് ഇഷ്ടമായി? ഫുഡ് ഇഷ്ടമായി. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പനെ അമ്മേനെ അവിടെ ഇറക്കിയിട്ട് നമുക്ക് വീണ്ടും പോകാനുണ്ട്. നമ്മൾ കസവ കേന്ദ്രയിലേക്കാണ് അടുത്ത് പോയത്. നമുക്ക് സാരി വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ സാരി ഞാൻ ഇതിന് മുന്നേ കുറച്ച് ദിവസം മുന്നേ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ തന്നെ പോവുക, അങ്ങനെ അന്ന് കണ്ട കളക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങാമല്ലോ. പക്ഷെ നല്ല തിരക്കായിരുന്നു, പാർക്കിങ്ങിനൊന്നും സ്പേസ് ഇല്ല. അതുകൊണ്ടാണ് ആക്ച്വലി നമ്മൾ അപ്പനെ അമ്മേനെയും വീട്ടിലിറക്കിയിട്ട് നമ്മൾ ബൈക്ക് എടുത്തിട്ട് വരേണ്ടി വന്നത്. കാരണം പാർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കാറ്. അപ്പം അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ടെൻഷനാവും, അത്രയും ആൾക്കാരുണ്ട്. നമ്മൾ അതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് എടുക്കുക എന്നുള്ളൊരു ഭയങ്കര ഒരു സ്ട്രെസ്സിലായിരുന്നു. സംഗതി ഭയങ്കര തിരക്കാണ്, ഭയങ്കര തിരക്ക്, അടുക്കാൻ പറ്റുന്നില്ല തിരക്ക്. നമ്മളൊരു തവണ കഴിഞ്ഞ പ്രാവശ്യം വന്നതാണ്. നമ്മൾ കണ്ട അന്ന് നോക്കിയ സെക്ഷൻ ഇതല്ലേ. സത്യം പറഞ്ഞാൽ എല്ലാവരും അന്നാണ് സാരി വാങ്ങാൻ വന്നതെന്ന് തോന്നുന്നുണ്ട്, അത്രയും തിരക്കായിരുന്നു. ഞാനിങ്ങനെ അതിൻ്റെ ഇടയിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഓരോ സാരികൾ ഇങ്ങനെ കൊണ്ടുവന്ന് ജീനെ കാണിക്കുമ്പോൾ ജി ആദ്യം നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പം ഞാൻ നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന സാരി മാത്രം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം എല്ലാവരും ഇങ്ങനെ തിങ്ങി നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴാണ് അവിടെ ഒരു ചേട്ടൻ എന്താ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്പോട്ടിൽ ഡിസൈൻ ചെയ്യുകയാണ്. ജീക്ക് ചായയൊക്കെ കുടിച്ച് ഭയങ്കര കൂളായിട്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക. മൽക്കോട്ടൻ സാരീസ് ആണല്ലോ ഇപ്പോൾ ഭയങ്കര ട്രെൻഡായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പം അവിടെ വന്ന് ജസ്റ്റ് നോക്കിയതാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട എങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. എങ്ങനെയുണ്ട് ജി തിരക്കല്ല, ഇതിന് വേറെന്താ പറയണേ, യുദ്ധമെന്ന് പറയണേ. ഞാൻ ഇമ്മാതിരി ആൾക്കാരുണ്ടോ, ഞാൻ ആദ്യമായിട്ട് തന്നെ ഓണത്തിന് പർച്ചേസിന് വരുന്നത്, ഇങ്ങോട്ടൊന്നും വന്നില്ല. ഇതൊരു കടയല്ലേ ഉള്ളൂ കോഴിക്കോട്, അപ്പോൾ ഇനി എല്ലാ കടയിലും എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ കഴിഞ്ഞു. നമ്മൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇനി വേറെ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.